ഒരു മുഅ്മിൻ അവൻ ആഖിറത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകണം. അവൻ ആഖിറത്തിന് ദുനിയാവിനേക്കാൾ പ്രാധാന്യം നൽകേണ്ടതാണ്. അവന്റെ ഹൃദയത്തിൽ ദുനിയാവിന് ഉള്ളതിനേക്കാൾ സ്ഥാനം, രണ്ടിരട്ടി സ്ഥാനം പരലോകത്തിന് വേണം. എന്തുകൊണ്ട്? ഈ ദുആയിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല ഒരു തവണ ദുനിയാവിനെ കുറിച്ച് ചോദിപ്പിച്ചു എങ്കിൽ 2 തവണയാണ് പരലോകത്തിന്റെ കാര്യം പറഞ്ഞത്. റബ്ബനാ ആതിനാ ഫിദ് ദുനിയ ഹസന, അല്ലാഹുവേ ദുനിയാവിൽ എനിക്ക് നല്ലത് നൽകണമേ. ഒരു തവണ ദുനിയാവിനെ കുറിച്ച് പറഞ്ഞു. വഫിൽ ആഖിറതി ഹസന, പരലോകത്ത് നല്ലത് നൽകണമേ. അവിടെ നിർത്തിയോ? ഇല്ല. വഖിനാ അദാബന്നാർ, അല്ലാഹുവേ നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് ഞങ്ങളെ നീ കാത്തുരക്ഷിക്കണമേ. പരലോകം 2 തവണ പറഞ്ഞിട്ടുണ്ട്, ദുനിയാവ് ഒരു തവണയാണ്. ഒരു മുസ്ലിമിന്റെ ജീവിതം, അവന്റെ ഹൃദയം ഇത് രൂപത്തിലായിരിക്കണം. ദുനിയാവിനേക്കാൾ അവന് പ്രധാനപ്പെട്ടത്, അവന് ഏറ്റവും പ്രിയങ്കരമായത്, അവന് ഏറ്റവും അധികം സ്നേഹിക്കുന്ന പരലോകത്തെ ആയിരിക്കണം. അവന്റെ ജീവിതം അതിനു വേണ്ടിയാണ്. ദുനിയാവും പരലോകവും അവന്റെ മുൻപിൽ വന്നാൽ ഒരിക്കലും ദുനിയാവിനെ തെരഞ്ഞെടുക്കുന്നവനായി തീരരുത്.